ഹലോ, അസ്സാം വലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ മുത്തുമണികളെ? അപ്പം ഞാൻ ഇന്നും വന്നത് നിങ്ങളോട് എനിക്ക് വേർഡ് കമൻ്റ് ഇടുന്ന ആൾക്കാർ, അപ്പോൾ ഉണ്ടാക്കിയ ആൾക്കാരെ വരെ പറഞ്ഞു, ഷെഫീക്കെ നിനക്കിട്ടിട്ടുള്ള പണിയാണ് ഞാൻ പറയുന്നത്. അത് സ്വയം ഒന്ന് വീട്ടുകാർ ചിന്തിച്ചാൽ മതി കേട്ടോ. ഞാൻ ഉസ്താദിനെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ആ വീഡിയോ ക്യാൻസലാക്കാം. ഞാൻ ഒരിക്കലും ചെയ്യൂല. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, അറിവുള്ള ഉസ്താദന്മാർ എനിക്ക് കമൻ്റ് ഇട്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരാൾ എനിക്ക് കമൻ്റ് ഇട്ട് സമൂഹത്തെ പറയിപ്പിക്കാനും യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ അറാമല്ല, അത് വാങ്ങാനും നിങ്ങൾക്ക് നാണമില്ലേന്ന്. അപ്പം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ അറാമാണെങ്കിൽ ഈ ഉസ്താക്കന്മാർ വയലും ദിക്കറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ആ ഉസ്താദന്മാർക്ക് ഒരു എമൗണ്ട് കിട്ടുമ്പോൾ അത് അറാമാണെങ്കിൽ, അറിവുള്ള ഉസ്താദന്മാർ അറാമായ പൈസ ആണെങ്കിൽ ഉസ്താദന്മാർ ഒരിക്കലും സമൂഹത്തിൻ്റെ മുന്നിൽ വന്നിട്ട് വീഡിയോ ചെയ്യൂലല്ലോ. അപ്പോൾ ആ നമ്മളെ ഉസ്താക്കന്മാർക്ക്, പ്രിയപ്പെട്ട ഉസ്താദന്മാർക്ക് അറാമല്ലാത്ത പൈസ ആണ് എന്ന് ഉറപ്പുണ്ടായതുകൊണ്ടാണല്ലോ ഉസ്താദന്മാർ വീഡിയോ ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഒന്നും കൂടി ചോദിക്കുകയാണ്, ഈ ലേഡീസിന് മാത്രമാണോ ഹറാമായ പൈസയും പുരുഷന്മാർക്ക് ഹറാമല്ലാത്ത പൈസയാണോ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത്? അപ്പോൾ ഷെഫീഖ് എന്ന വ്യക്തിനോട്, ചേച്ചി ബാത്റൂമില്ല അല്ലേ, ഷെഫീഖിനോടായാലും മറ്റുള്ളവരോടായാലും എൻ്റെ വീട്ടുകാരെ പറഞ്ഞ് കമൻ്റ് ഇടാനുള്ള അർഹത നിനക്കില്ലടാ. മനസ്സിലായില്ലേ? ഞാൻ എന്താണോ ഉസ്താദിനെ പറ്റി പറഞ്ഞത് അത് ആദ്യം മൈൻഡിലും മെമ്മറിയിൽ കയറ്റി. മനസ്സിലായില്ലേ? പിന്നെ ഉണ്ടാക്കിയ ആൾക്കാരോട് പറയണം, അത് നിൻ്റെ വീട്ടുകാരോട് പോയിട്ട് പറ നല്ലപോലെയാണോ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന്. അല്ലാതെ എൻ്റെ വീട്ടുകാരോടല്ല പറയണ്ടേ. ഞാൻ തെറ്റായിട്ട് ഉസ്താദന്മാർ ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. ഉസ്താദന്മാർക്ക് ഇത് അറാമല്ലാത്ത പൈസ അല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ ഉസ്താദന്മാർ ഇത് പിന്നെ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വയലും കാര്യങ്ങളും നല്ലത് പറഞ്ഞിട്ടും നമുക്ക് അറിവ് തന്നിട്ടും പൈസ വാങ്ങുന്നത്. അതപ്പോൾ ഉസ്താദന്മാർക്ക് അറിയാലോ ഇത് അറാമായ പൈസ അല്ലാന്ന്. അപ്പം നമ്മളൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ, ക്ലീനിങ്ങിൻ്റെ വീഡിയോ എല്ലാം ഇട്ടുന്ന അറാമായ പൈസയും പിന്നെ സാവുമാർക്ക് അറിവ് കിട്ടുന്ന അതെന്താ അങ്ങനെ? എനിക്ക് കമൻ്റ് ഇട്ട ആളെന്നെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, കമൻ്റ് ഇട്ട ആൾ പറഞ്ഞത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ അറാമാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആ മറുപടി പറഞ്ഞത്. നമ്മളെ പ്രിയപ്പെട്ട ഉസ്താദന്മാർക്ക് ഇത് അറാമല്ലാത്ത പൈസയെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മളെ പ്രിയപ്പെട്ട ഉസ്താദന്മാർ മുന്നോട്ട് വരുന്നത്. പിന്നെ എങ്ങനെയാണ് അത് അറാമായ പൈസ ആവുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. വയലും കാര്യങ്ങളും നമുക്ക് എല്ലാം അറിവില്ലായ്മ. ഇപ്പം നമുക്ക് തന്നെ ഒന്നും അറിവില്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ കയറി ഉസ്താദന്മാരെന്താ പറയുക നോക്കി അത് ചൊല്ലി പറഞ്ഞിട്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, പഠിച്ച ആയിസാഫിത്ത് എല്ലാവർക്കും നമ്മൾ ഉസ്താദന്മാർക്ക് കൊടുക്കട്ടെ. അതും പോരായിട്ട് എൻ്റെ വീഡിയോ നോക്കിക്കോ, ഞാൻ ഓപ്പണായിട്ട് ലൈവ് വന്നിട്ടും ഞാൻ പറഞ്ഞത് തെറ്റാണ് പറഞ്ഞ് മാപ്പ് ചോദിച്ചിട്ടൊരു വീഡിയോ ഉണ്ട്. ആദ്യം നീ ഷെഫീഖെ നീ അതെല്ലാം പോയിട്ട് കാണ്, എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കമൻ്റ് ഇട്ടാൽ മതി. ഓക്കെ? പിന്നെ നീ ഉണ്ടാക്കിയ ആൾക്കാരെ പറ, അതെല്ലാം നിൻ്റെ സ്വന്തം വീട്ടുകാരെ പറഞ്ഞാൽ മതി, എന്നെ പറയാൻ നിൽക്കണ്ട കേട്ടാ. മനസ്സിലായില്ല? അതെല്ലാം നിൻ്റെ വീട്ടുകാരെ പോയി പറഞ്ഞാൽ മതി. പിന്നെ ഞങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ള ഇതില്ലേ? ഞമ്മക്ക് അത് അറാമല്ലാത്ത പൈസ ആയതുകൊണ്ടാണല്ലോ ഉസ്താദന്മാർ ഇതിൽ കയറുന്നതെന്ന് ചോദിക്കുന്നതിന് എന്താണ് സമൂഹത്തിനോട് ചോദിക്കുന്നത്? അത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാ, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയാ, അല്ലെ വീട്ടുകാരെ പറയല. നീയല്ലേ പൂവിൻ്റെ ഫോട്ടോ, മറ്റേ എന്താ പറയുക, റോസാപ്പൂവിൻ്റെ ഫോട്ടോ നിൽക്കുക, തൻ്റെ ഫോട്ടോ വെച്ച് വന്നിട്ട് കമൻ്റ് ഇടടോ ഷെഫീഖെ. തൻ്റെ ഫോട്ടോ വെച്ച് വന്ന് കമൻ്റ് ഇട്. അപ്പം ഇനി ഞാൻ മറുപടി പറയാം. ഓക്കെ? ആദ്യം ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് ആദ്യം ഉസ്താദന്മാരെ പറഞ്ഞത് കുറ്റാണോ നല്ലതാണോ? അല്ല ഉസ്താദന്മാർക്ക് ഈ പൈസ ഹറാമല്ലാന്ന് തോന്നാത്തതുകൊണ്ടാണല്ലോ വയലും ദിക്കറും കാര്യങ്ങളും മൗലൂദെല്ലാം ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇപ്പോഴും പറയണ്ടേ. എനിക്ക് ആ വീഡിയോ ക്യാൻസലാക്കൂല. ഞാൻ തെറ്റ് ചെയ്യാത്ത കാലം വരെ ക്യാൻസലാക്കൂല. എന്നിട്ട് ഷെഫീഖ് എന്ന് പറഞ്ഞ ഒരുത്തെ ഓൻ പറഞ്ഞീന്, ഓൻ്റെ ഫോട്ടോ വെച്ച് പാടോ ഷെഫീഖെ. നിൽക്ക് ഷെഫീഖ് തന്നെയാണോ നോക്കട്ടെ, ഒരു മിനിറ്റ്. ഷെഫീഖാണോ സിദ്ദീഖാണോ എന്നറിയില്ല. സോറി, ഷെഫീഖ് അല്ല സിദ്ദീഖ്.
ആദ്യമില്ല എൻ്റെ ഈ മഞ്ഞ കളറുള്ള സാധനം എടുത്ത് മാറ്റിയിട്ടേ സ്വന്തം ഫോട്ടോ കൊണ്ട് ഇടുക. ഓക്കെ, ഫോട്ടോ കൊണ്ട് ഇടുക. എന്നിട്ട് നീ എനിക്ക് കമൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ലൈവ് വരും കുറച്ച് കഴിഞ്ഞാൽ. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, കുറേ കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ എൻ്റെ ലൈവ് വരുന്നുണ്ട്. അപ്പോൾ ലൈവിലേക്ക് പോവാ. ഓക്കെ, അപ്പം ആദ്യം ഞാൻ പറഞ്ഞത് ഈ വേർഡ് കമൻറ്റ് ഇടുന്ന എല്ലാവരും ഒന്ന് എന്താണ് ഏതാണ് എന്ന് ചിന്തിച്ചിട്ട് കമൻറ്റ് ഇടും കേട്ടോ. അതാ എല്ലാവർക്കും നല്ലത്. അല്ല ഞാൻ ഉസ്താമാരെ കുറ്റം പറയാൻ ഞാൻ ആരുമല്ല, പറയൂല്ല. ഉസ്താമാർക്ക് ഇത് അറാമല്ലാത്തൊരു പൈസ അല്ലാത്തൊരു കാര്യമായാണല്ലോ ഉസ്താമാരും എന്ത് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ നല്ല അറിവും കാര്യങ്ങളെല്ലാം കൊടുത്ത് പൈസ വാങ്ങുന്നത്. ഉസ്താമാർ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ അറാമാന്ന് പറഞ്ഞാൽ ഒരിക്കലും സമൂഹത്തിൻ്റെ മുന്നിൽ നല്ലതും ചീത്തയും പറഞ്ഞ് പൈസ വാങ്ങൂലല്ലോ. വാങ്ങുമോ? ഞങ്ങൾക്കറിയാം അറാമാണ് എന്ന്. എന്നിട്ട് നമ്മളെന്താ 10 രൂപ കിട്ടട്ടെ വിചാരിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് എല്ലാവരും. ഉസ്താമാർക്ക് അതേ ചെയ്യാനുള്ളൂ. അറിവുകൾ കൊടുത്ത്, മറ്റുള്ളവരെ അറിവുകൾ കൊടുത്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ തെറ്റുന്ന് പിൻവലിച്ച് അൽഹംദുലില്ലാ നല്ല കാര്യം ചെയ്യാനാണ് ഉസ്താമാർ പഠിച്ചിറങ്ങിയത്. അതല്ലേ ഉസ്താമാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഉസ്താമാർക്ക് ഞങ്ങളെപ്പോലെ കുക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു ഉസ്താദ് ഉണ്ടല്ലോ നമ്മളെ മുഖത്തിനെ പറ്റിയിട്ട് കറുപ്പും ബ്ലാക്കും കുരുവെല്ലാം വന്ന് കുരുവെല്ലാം വന്നതിനുള്ള മരുന്നെല്ലാം പറഞ്ഞു കൊടുക്കുക. അത് ആ ഉസ്താദിനുള്ള അറിവാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ ഉസ്താദിനാണെങ്കിലും ആ ഉസ്താദിന് ഇതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് അറാമല്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ കിട്ടുന്നത്. പിന്നെ പെണ്ണുങ്ങൾക്ക് അറാമായ പൈസ, ആണുങ്ങൾക്ക് അറാമല്ലാത്ത പൈസ. എന്നിട്ട് ഓന് സിദ്ദീഖ് ഇങ്ങോട്ട് വന്നീന് കമൻറ്റ് ഇട്ടിട്ട് ഒന്ന് ഫോട്ടോ വെച്ചിട്ട്